ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ പശ്ചിമ ബംഗാളിൽ ഭവാനിപ്പൂരിൽ മമതാ ബാനർജി പിന്നിലാണ് എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വോട്ടെണ്ണി തുടങ്ങുമ്പോൾ മമതാ ബാനർജി പിന്നിലാണ് ഭവാനിപ്പൂരിൽ. തൃശൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് 351 വോട്ടിന്റെ ലീഡ്. അവിടെ EVM എണ്ണിത്തുടങ്ങി കാണും. ഒരുപക്ഷെ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു തൃശൂരിൽ. മഞ്ചേശ്വരത്തും കാസർകോട്ടും BJP ലീഡ് ചെയ്യുന്നു. എന്താണ് കാഴ്ച? നമുക്ക് ഷഫീഖ് നസറുള്ള ഉടൻ വേണം. മഞ്ചേശ്വരത്തും കാസർഗോഡും BJP ലീഡ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ് എന്ന് ഉറപ്പായും പറയേണ്ടി വരും. മഞ്ചേശ്വരം BJP കൈവിട്ടു എന്ന നിലയ്ക്കുള്ള വലിയ അസസ്മെന്റുകൾ പ്രചരിച്ച ഒരു സ്ഥലമാണ്. പക്ഷേ മഞ്ചേശ്വരത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുന്നു എന്നാണ് കാണേണ്ട കാര്യം. പക്ഷേ പോസ്റ്റൽ ബാലറ്റ് ആണ് എന്ന് തോന്നുന്നു. ഷഫീഖ് നസറുള്ള ഉടൻ തരിക. കാസർഗോഡും BJP അവസാന ഘട്ടത്തിൽ പ്രതീക്ഷ വെക്കുന്ന സ്ഥലമായിട്ട് കണ്ട സ്ഥലമാണ്. കാസർഗോഡും മഞ്ചേശ്വരത്തും BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഏതായാലും തുടക്കം മുതൽ 5 സീറ്റിൽ മാറിയും മറിഞ്ഞിട്ടായാലും 5 സീറ്റിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ട് NDAക്ക്. അതിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച തൃശൂർ മണ്ഡലത്തിൽ UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. നേരത്തെ 351 വോട്ടിന് LDF മുന്നിൽ നിന്ന് തൃശൂർ മണ്ഡലത്തിൽ 246 വോട്ടിന് UDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. ഒല്ലൂരിൽ പക്ഷേ LDF അവരുടെ ലീഡ് നില കോൺസ്റ്റന്റ് ആയിട്ട് തുടരുകയാണ്. 532 വോട്ടിന് ഒല്ലൂരിൽ LDF ലീഡാണെങ്കിൽ തൃശൂരിൽ UDF 246 വോട്ടിന് ലീഡാണ്. 68, 64, 5 എന്നുള്ളതാണ് ഇപ്പോൾ മുന്നണികളുടെ ടാലി. അതിനിടയ്ക്ക് VD സതീശൻ അദ്ദേഹത്തിന്റെ സ്വപ്ന സംഖ്യയിലേക്ക് വളരെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. 68, 64, 5 3 സീറ്റിൽ കൂടി കിട്ടിയാൽ 71 എന്ന നമ്പർ കണ്ട് സന്തോഷിക്കാം. പക്ഷെ ഒരു ഉറപ്പും അതിനകത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ 69 ആയിരിക്കുന്നു. വളരെ 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 വേഗത്തിൽ നമ്പർ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച. രണ്ടാമത്തേത് ബഹുഭൂരിപക്ഷം സ്ഥലത്തും EVM എണ്ണി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റൽ ബാലറ്റാണ്. പക്ഷേ ഈ പോസ്റ്റൽ ബാലറ്റിനകത്തും ഒരു എഡ്ജ് നിലനിർത്താൻ കഴിയുന്നു UDF എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്ന് തോന്നുന്നു. പൊതുവെ ഈ പോസ്റ്റൽ ബാലറ്റിൽ LDFന് അവരുടെ വളരെ ശാസ്ത്രീയമായിട്ടും വളരെ ഒരു മെക്കാനിസം പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ വോട്ടും ചെയ്യിപ്പിക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് UDFന് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ UDFനെ സംബന്ധിച്ച് സമാശ്വാസത്തിന്റെ